കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. ജിമ്മിൽ പോയാലേ വെയിറ്റ് കുറയും, അല്ലാണ്ട് കാര്യം നടക്കില്ല. കുറച്ച് കീറ്റോ ഡയറ്റ് ആയാലോ, അല്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഫുൾ ഷുഗർ കട്ടും കൂടെ ആയാൽ നിങ്ങൾ വിചാരിച്ച ഡ്രീം വെയിറ്റ് ലോസ് കിട്ടും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് ചിലർ ഉപദേശം പറയാറുണ്ടോ? എങ്കിൽ ഇതെല്ലാം മിത്തുകളാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിത്ത് വേഴ്സസ് റിയാലിറ്റി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡയറ്റീഷ്യൻ ആര്യ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മിത്ത് നമ്പർ 1, ജിമ്മിൽ പോയാൽ മാത്രമേ വണ്ണം കുറയൂ, അല്ലാണ്ട് വണ്ണം കുറയും നടക്കില്ല. ബിക്കോസ് കലോറി ഡെഫിഷ്യറ്റ് ഉണ്ടായില്ല. ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ബേൺ ആവണം. ഫാറ്റ് ബേൺ ആവാൻ നമ്മൾ നോർമൽ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ തന്നെ അത് ഇൻക്ലൂഡാണ്. ലൈക്ക് നിങ്ങൾ നടക്കുന്നത്, സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്, വീട്ടിലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഫാറ്റ് ബേണിങ്ങിന് കാരണമാവുകയും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കിട്ടും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മെമ്മറിയിൽ സൂക്ഷിച്ചോളൂ. ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടത് പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസി മാത്രമാണ്. 3 മിനിറ്റ് ആയാലും റെഗുലറായിട്ട് ചെയ്താൽ ഫാറ്റ് ബേൺ നടക്കുക തന്നെ ചെയ്യും. മിത്ത് നമ്പർ 2, പ്രോട്ടീൻ കഴിച്ചാൽ പെട്ടെന്ന് ബൾക്കി ആയിപ്പോൾ. പ്രത്യേകിച്ചും സ്ത്രീകൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡൗട്ട് വരുന്നത്. പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ തന്നെയാണ്. ഇത് നമ്മളുടെ മസിൽ സാഗിങ് കുറയ്ക്കുകയും നമ്മളുടെ വിശപ്പ് കൺട്രോൾ ചെയ്യുകയും വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബൾക്കി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടും കൂടുതൽ കലോറി നമ്മൾ കൂട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ബൾക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. മിത്ത് നമ്പർ 3, ഉറക്കവും വെയിറ്റ് ലോസുമായിട്ട് ഒരു ബന്ധവുമില്ല. തെറ്റ്. ഉറക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ. നല്ല രീതിയിൽ വെയിറ്റ് ലോസ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങുക തന്നെ ചെയ്യണം. വെറുതെ ഉറങ്ങിയാൽ പോരാ, ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. ഡീപ്പ് സ്ലീപ്പ് മീൻസ് നമ്മളൊരു 6 മണിക്കൂർ ഉറങ്ങുന്നു, 10 മണിക്കൂർ ഉറങ്ങുന്നു. 10 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ആവുകയാണ്, വെള്ളം കുടിക്കാൻ എഴുന്നേക്കുന്നു, യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. 6 മണിക്കൂർ ഒരാൾ സുഖമായിട്ട് ഉറങ്ങുവാണെങ്കിൽ അതിനെ ഡീപ്പ് സ്ലീപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഉറങ്ങാത്ത രാത്രി ഓവർനൈറ്റ് ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കുകയും ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്യും. സോ നമുക്ക് സ്നാക്സ് ഈറ്റിംഗ് കൂടുതലായിരിക്കും. സോ ഉറക്കം ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. മിത്ത് നമ്പർ 4, കലോറി ഡെഫിഷ്യറ്റ് മാത്രമാണ് വെയിറ്റ് ലോസിൻ്റെ ഘടകം. ഒരിക്കലുമല്ല. കലോറി ഡെഫിഷ്യറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു കപ്പ് സാലഡും കഴിക്കുവാണ്, ഒരു ചെറിയ പീസ് ചോക്ലേറ്റും കഴിക്കുവാണ്, രണ്ടിനും കലോറി സെയിം ആണ്, പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വയറിൻ്റെ ഫില്ലിംഗ് കുറയുകയും വീണ്ടും വീണ്ടും ക്രേവിങ്ങിൻ്റെ ടെൻഡൻസി വരികയും നമ്മൾ വീണ്ടും സ്ട്രെസ് ഈറ്റിംഗ് അല്ലെങ്കിൽ ബിഞ്ച് ഈറ്റിങ്ങിലോട്ട് പോവുകയും ചെയ്യുന്നു. സോ നമ്മൾ കലോറി ഡെഫിഷ്യറ്റ് എന്ന് പറഞ്ഞാലും എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കലോറി ഡെഫിഷ്യറ്റ് വർക്ക്ഔട്ട് ആവുന്നത്. മിത്ത് നമ്പർ 5, നമ്മുടെ വെയിറ്റ് ലോസും സ്ട്രെസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ കേട്ടോളൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ കൺട്രോൾ അല്ലാതെ വരുമ്പോഴത്തേക്കും കോർട്ടിസോൾ ഹോർമോൺ കൂടുകയും നമ്മുടെ ബെല്ലി ഫാറ്റിൽ ഫാറ്റ് സ്റ്റോറേജ് കൂടുകയും ചെയ്യും. സോ വെയിറ്റ് ലോസിൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. നല്ല രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യൂ, നന്നായിട്ടുള്ള വെയിറ്റ് ലോസ് കിട്ടുക തന്നെ ചെയ്യും. മിത്ത് നമ്പർ 6, ലോ ഫാറ്റ് ഡയറ്റ് എടുത്താൽ മാത്രമേ വെയിറ്റ് ലോസ് കിട്ടൂ. ലോ ഫാറ്റ് എന്നാണ് മീൻ, നോ ഫാറ്റ് എന്നല്ല. സോ നല്ല കൊളസ്ട്രോൾ മീൻ HDL അടങ്ങിയിട്ടുള്ള ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്. നട്ട്സ്, സീഡ്സ്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫുഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫാറ്റ്സ് മാത്രം മാറ്റിയാൽ മതിയാവും. മീൻസ് നല്ല ഫാറ്റ് കഴിച്ചാലേ വിശപ്പും കൺട്രോൾ ആവും, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ മസിൽസിനെല്ലാം അത് ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. മിത്ത് നമ്പർ 7, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. എന്നാൽ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഡീഹൈഡ്രേഷനിലാണ്. സോ നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ ബോഡിയുടെ ഡൈജഷൻ, ഫുഡിൻ്റെ ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യുന്നു, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നു. 2 to 3 ലിറ്റർ വാട്ടർ എന്തായാലും കുടിക്കണം. അത് എപ്പോഴെങ്കിലും കുടിച്ചാൽ പോരാ, മോർണിംഗ് ടു ബെഡ് ടൈമിനകത്ത് തന്നെ കുടിക്കേണ്ടതാണ്. ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ എന്തൊക്കെ മിത്തുകളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, പലതും പരീക്ഷിച്ച് നോക്കാറുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം എന്തെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നിങ്ങൾ എന്തൊക്കെ മിത്തുകളാണ് കേട്ടിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ കൂടുതലായിട്ടുള്ള ഹെൽത്ത് ടിപ്പിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.